ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 61ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ടൊമിയാസു ആണ്. ഈ ജാപ്പനീസ് താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസ് ആണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് അയാക്സിലായിരുന്നു ഈ താരം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഗണ്ണേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ടൊമിയാസു. ഇനി രണ്ടാമത്തെ താരം അത് ജാവോ കാൻസലോ. ഈ താരത്തെ നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. അൽ ഹിലാലുമായുള്ള അവരുടെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാഴ്സയിൽ തുടരാൻ മാത്രമാണ് കാൻസലോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ട്രാൻസ്ഫർ തുകയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ താരം അത് കോഡി ഗാക്പോ. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ടോട്ടൻഹാം തുടരുകയാണ്. താരത്തിന്റെ ക്യാമ്പുമായി സ്പെർസ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഗാക്പോയെ കൈവിടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ലിവർപൂൾ ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. നാലാമത്തെ താരം അത് ഇസ്മൈല സറാണ്. നിലവിൽ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കുന്ന വിങ്ങറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ താരങ്ങളുടെ വിൽപ്പന നടന്നാൽ മാത്രമാണ് യുണൈറ്റഡ് ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുക. ഫെനർബാഷയും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ താരം അത് ടിയാനി റൈൻഡേഴ്സ് ആണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിര താരമായ റൈൻഡേഴ്സിന് വേണ്ടി ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം അത് അയ്യൂബ് ബൊവാദി. ഈ താരത്തെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കുകയാണ്. ക്ലബ്ബുമായി അദ്ദേഹം വെർബൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ലില്ലിയുമായുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏഴാമത്തെ താരം പെഡ്രോ പോറോയാണ്. ഈ താരത്തെ FC ബാഴ്സലോണയിലേക്ക് കൊണ്ടുവരാൻ യമാലിന് വലിയ ആഗ്രഹമുണ്ട്. പോറോ വന്നു കഴിഞ്ഞാൽ അത് ബാഴ്സയുടെ മുന്നേറ്റ നിരക്കും മധ്യനിരക്കും വലിയ ഒരു സഹായകരമാകും എന്നാണ് യമാൽ വിശ്വസിക്കുന്നത്. ഫ്ലിക്കിനും താല്പര്യമുള്ള താരമാണ് പെഡ്രോ പോറോ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ടോട്ടൻഹാം വലിയ ഒരു തുകയായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെടുക. ഇനി എട്ടാമത്തെ താരം അത് മാലോ ഗുസ്തോ ആണ്. അതായത് ചെൽസിക്ക് വേണ്ടി കളിക്കുന്ന റൈറ്റ് ബാക്ക് ആണ് മാലോ ഗുസ്തോ. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ PSG ഇപ്പോൾ താല്പര്യമുണ്ട്. 75 മില്യൺ പൗണ്ടാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിയും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 9 വിക്ടർ ഒസിമൻ ആണ്. ഈ താരത്തിന് ലാലിഗയിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. ഹൂലിയൻ ആൽവറസ് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പകരക്കാരനായിക്കൊണ്ട് എത്താമെന്ന് ഇദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ സാലറി ഡിമാൻഡ് മാത്രമാണ് ഒരു പ്രശ്നമായിക്കൊണ്ട് നിലകൊള്ളുക. 10 കമവിംഗയാണ്. ഈ താരം റയൽ മാഡ്രിഡിൽ തന്നെ തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയ താല്പര്യം ഇദ്ദേഹത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. റോഡ്രിയെ സ്വന്തമാക്കണമെങ്കിൽ റയലിന് ഫണ്ട് ആവശ്യമായി വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ കമവിംഗയെ കൈവിടാനും സാധ്യതയുണ്ട്. 11 ജാഡൻ സാൻജോ. ഈ താരത്തിന് പുതിയ ഒരു ക്ലബിനെ ആവശ്യമായി വരികയാണ്. പല ക്ലബ്ബുകളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു അന്തിമ തീരുമാനം താരം എടുത്തിട്ടില്ല. പക്ഷേ ബൊറൂസിയ ഡോർട്ട്മുണ്ട് അദ്ദേഹത്തെ വീണ്ടും സ്വന്തമാക്കിയേക്കാം എന്ന റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 12 മോർഗൻ ഗിബ്സ് വൈറ്റ്. നോട്ടിംഗ്ഹാമിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ ബയേണിന് താല്പര്യമുണ്ട്. ഈ മധ്യനിര താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബാണ് ചെൽസിയും. പക്ഷെ നല്ല ഒരു തുക ലഭിക്കാതെ ഇദ്ദേഹത്തെ കൈവിടുന്ന പ്രശ്നമില്ല എന്നാണ് നോട്ടിംഗ്ഹാമിന്റെ ഒരു നിലപാട്. 13 പെഡ്രോ നെറ്റോ. ചെൽസി താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. സാവീഞ്ഞോ ക്ലബ്ബ് വിടുമ്പോൾ അദ്ദേഹത്തിന്റെ പകരം എത്തിക്കാനാണ് സിറ്റിയുടെ തീരുമാനം. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചെൽസി ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. 14 സൊർലോത്താണ്. അത്ലറ്റിക്കോ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫെനർബാഷെ, ബെസിക്ടസ് എന്നിവരൊക്കെ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തുർക്കിയിലേക്ക് പോവാൻ സൊർലോത്തിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 15 ബെഞ്ചമിൻ സെസ്കോ. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും രംഗത്ത് വന്നിരുന്നു. പല ക്ലബ്ബുകളും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ സ്ട്രൈക്കറെ കൈവിടാൻ യുണൈറ്റഡ് ഇപ്പോൾ ഒരുക്കമല്ല. 16 ലെവിസ് ഹാൾ ആണ്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ലെഫ്റ്റ് ബാക്ക് ആയ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 മില്യൺ പൗണ്ട് വരെ ഈ താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറായി കഴിഞ്ഞു.
17 മാറ്റിയോ റുഗേരി. ഇറ്റാലിയൻ ലെഫ്റ്റ് ബാക്കായ ഇദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുകയാണ്. ഇനി മുതൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. 18 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ മുടക്കുന്നത്. 18 അനിസ് ഹാജ് മൂസ. അൾജീരിയൻ താരമായ ഇദ്ദേഹം ഫൈനൂർദിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ ന്യൂകാസിൽ യുണൈറ്റഡ് സ്വന്തമാക്കുകയാണ്. 37 മില്യൺ പൗണ്ട് ലഭിക്കണം എന്നാണ് ക്ലബിന്റെ തീരുമാനം. 5 വർഷത്തെ കരാറിൽ ഒപ്പുവെക്കാൻ ഇദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 19 ഇബ്രാഹിം എംബായെ. PSG-യുടെ യുവ പ്രതിഭയായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ലിവർപൂളിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. 18-കാരനായ ഈ താരത്തിനും ലിവർപൂളിലേക്ക് വരാൻ തന്നെയാണ് താല്പര്യം. 20 റോഡ്രിയാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള റയലിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി വലിയ ഒരു തുകയാണ് ആവശ്യപ്പെടുന്നത്. 80 മില്യൺ യൂറോ ലഭിക്കണമെന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ആവശ്യം. ഇത്രയും വലിയ തുക മുടക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പരമാവധി ഒരു 50 മില്യൺ യൂറോ വരെയായിരിക്കും റയൽ മാഡ്രിഡ് മുടക്കുക. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.